ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് മാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്ന വാർത്ത നമ്മൾ യാഥാർത്ഥ്യം എന്താണ്, നുണ എന്താണ് എന്നുള്ളത് നമ്മളൊന്ന് പരിശോധിക്കണം. അത് വയനാട്ടിൽ ഗവൺമെൻറ് വെച്ചു കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് ആദ്യഘട്ടത്തിൽ 178 വീടുകളാണ്. അതിൽ ഏതാണ്ട് 44ഓളം വീടുകളുടെ പണി ഏതാണ്ട് പരിപൂർണമായിട്ടും തീർന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ വെള്ളവും അതുപോലെ വൈദ്യുതിയും ഒക്കെ അവിടെ എത്താനുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യമായിരിക്കുമ്പോഴാണ് 2 വീടുകളുടെ മേൽക്കൂരക്ക് വിള്ളൽ എന്ന് പറഞ്ഞുകൊണ്ടൊരു വാർത്ത കൊടുക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരൊന്ന് ശ്രദ്ധിച്ച് കേട്ടുകൊണ്ട് ഇതിന് അഭിപ്രായം പറയണം. നിങ്ങൾ ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കുന്നവരുമായിക്കോട്ടെ, പക്ഷേ മാധ്യമങ്ങൾ ഏതെങ്കിലും പക്ഷം പിടിച്ചുകൊണ്ട് അവരുടെ തോന്നിയ പോലെയുള്ള വാർത്തകൾ കൊടുക്കരുത് എന്നുള്ളതാണ് മിതമായിട്ട് എനിക്ക് പറയാനുള്ളത്. അത്തരം വാർത്തകൾ കൊടുക്കുന്ന ആളുകളെ യഥാർത്ഥത്തിൽ നമ്മൾ ചാട്ടവാറിനടിച്ച് പുറത്താക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ? കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങൾ മുഴുവൻ കൊടുത്തുകൊണ്ടിരുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് വിള്ളൽ എന്ന് പറഞ്ഞ ഒരു വാർത്തയാണ്. യഥാർത്ഥത്തിൽ ഇന്നലെ മന്ത്രി കെ രാജൻ അതേ വീടുകൾ സന്ദർശിക്കുകയും ആ വിള്ളൽ എന്ത് ചെയ്യുകയും ചെയ്തു, ചുരണ്ടി മായ്ച്ചു കളയുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ അത് വിള്ളലല്ല എന്നുള്ളത് നമുക്ക് ഉറപ്പാണല്ലോ. അത് യഥാർത്ഥത്തിൽ അവിടെ ഒരു കാര്യമുണ്ട്. ആ പണിതതിന് ചില പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നം എന്ന് പറയുന്നത് കോൺക്രീറ്റ് ചെയ്തതിന് ശേഷവും വെള്ളം കിനിയുന്നുണ്ടായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതൊരു കുഴപ്പമാണെങ്കിൽ നമുക്ക് കുഴപ്പമാണെന്ന് പറയാം. സത്യമായിട്ട് പറയണം. അത് യഥാർത്ഥത്തിൽ അങ്ങനെ വെള്ളം കിനിയുന്നുണ്ട് എന്നുള്ളത് ഇനി ആരാണ് കണ്ടുപിടിച്ചത് എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. ആ വയനാട്ടിലെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് വെച്ചു കൊടുത്ത വീടുകളിൽ ഈ പറയുന്ന പോലെ ഒരു പ്രധാനപ്പെട്ട കാര്യം പോണ്ടിക് ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് നടത്തിയിരുന്നു. അതായത് വെള്ളം മുകളിൽ കെട്ടി നിർത്തിക്കൊണ്ട് ആ വെള്ളം കിനിയുമോ എന്ന് പറയുന്ന ഒരു പരീക്ഷ നടത്തുകയും അത് ULCC എന്ന് പറയുന്ന ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിയുടെ ആളുകൾ തന്നെ കണ്ടുപിടിക്കുകയും ചെയ്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ കണ്ടുപിടിച്ച സ്ഥലങ്ങളിലാണ് അവർ ഈ പെൻസിൽ വെച്ചിട്ട് അവിടെ മാർക്ക് ചെയ്തിരുന്നത്. ആ മാർക്കുകളാണ് ഉടനെ തന്നെ വിള്ളൽ എന്ന് പറഞ്ഞു കൊടുക്കുന്നത്. വിള്ളൽ എന്ന് പറയുന്നതല്ല, യഥാർത്ഥത്തിൽ അവിടെ വെള്ളം നനയുന്നുണ്ട്, വേണം കിനിയുന്നുണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് പറയാം. അതിനൊന്നും കുഴപ്പമില്ല. വിള്ളൽ എന്ന് പറഞ്ഞാൽ അത് പൊട്ടിപ്പോവുകയും രണ്ടായി തീരുകയും വേണം. അങ്ങനൊരു ചിത്രം, അങ്ങനൊരു വീഡിയോയും നമ്മൾ ഇതേവരെ കണ്ടിട്ടില്ല. അപ്പോൾ ഇത് രണ്ടും, ആദ്യത്തേത് കള്ളമാണെന്ന് പൊളിഞ്ഞു. ഇനിയിപ്പോൾ രണ്ടാമത്തേത് അങ്ങനെ വെള്ളം കിനിയുന്നുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ആ പണി പൂർത്തിയായിട്ടില്ലെന്നും പകരം അതിൻ്റെ മുകളിൽ ഈ ലീക്ക് പ്രൂഫായിട്ടുള്ള ഒരു സംവിധാനം ഒരുക്കുമെന്നും അതിൻ്റെ മുകളിൽ വീണ്ടും ചരിച്ചുകൊണ്ടുള്ള വീണ്ടും ഒരു വാർക്കുന്നത് ഒന്നുകൂടി വാർക്കുമെന്നുമാണ്. ഏതാണ്ട് 1.5 ഇഞ്ചോ 1 ഇഞ്ചോ ഉള്ള വാർക്കൽ കൂടി ഉണ്ടാകും എന്നുള്ളത് കൂടിയാണ് ULCC നമ്മളോട് പറഞ്ഞിട്ടുള്ളത്, ഊരാളുങ്കൽ ലേബർ സൊസൈറ്റി. അപ്പോൾ ഈ ഊരാളുങ്കൽ ലേബർ സൊസൈറ്റി പറഞ്ഞു തന്നെ നമുക്ക് തൽക്കാലം വിശ്വസിക്കാം. നമുക്ക് പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഗവൺമെൻറ്റിനെ കുറ്റപ്പെടുത്താം, അതിലൊന്നും തെറ്റില്ല. പക്ഷെ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുള്ളത്, ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്നെ അമ്പരപ്പിച്ചൊരു കാര്യമെന്ന് പറയുന്നത്, OJ ജനീഷ് എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ഉണ്ട്. അദ്ദേഹം യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ശേഷം ആ സ്ഥാനം ഏറ്റെടുത്തിട്ടുള്ള ആളാണ്. നേരത്തെ പ്രഗത്ഭനായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിലായിരുന്നു ആ സ്ഥാനത്തുണ്ടായിരുന്നത്. അദ്ദേഹം യഥാർത്ഥത്തിൽ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് എന്ന് പറഞ്ഞ പ്രവർത്തനവും നടത്തിയില്ല. അദ്ദേഹം മറ്റ് ചില പ്രവർത്തനങ്ങളിലായിരുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ചില ഗർഭഛിദ്രവുമായി ബന്ധപ്പെട്ട ചില പ്രവർത്തനങ്ങളിലായിരുന്നു. അപ്പോൾ അതൊക്കെ നടന്നോട്ടെ. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഈ OJ ജനേഷ് വേദന ഓടിപ്പാഞ്ഞ് അവിടെ എത്തുകയും അവിടെ നൗഫൽ എന്നോ ഏതോ പേരുള്ള അദ്ദേഹം ഒരു കോൺഗ്രസ്സുകാരാണ്, കോൺഗ്രസിൻ്റെ ഭാരവാഹിയാണ്. അതൊക്കെ അവിടെ നോട്ടെ, കുഴപ്പമില്ല. അദ്ദേഹം യഥാർത്ഥത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ കെ രാജൻ വന്നിരുന്നു. കെ രാജൻ എന്നോട് ചോദിക്കാതെ വീടിനകത്ത് കയറി എന്നും കെ രാജൻ എന്ത് ചെയ്തു, ഈ പറയുന്ന പോലെ എന്തോ കിളി പോയ പോലെ അവിടെ പ്രവർത്തികൾ ചെയ്തു എന്ന് നമുക്ക് പറയുന്നുണ്ട്. എന്തൊക്കെ തന്നെ പറഞ്ഞാലും ഒരു കാര്യം ഞാൻ പറയാം, കേരളത്തിൻ്റെയോ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇന്നും നമുക്ക് നിലവിലെങ്ങും കാണാത്ത രീതിയിലുള്ള ഒരു പുനരധിവാസ പദ്ധതി നടപ്പിലാക്കിയത് പിണറായി വിജയൻ സർക്കാരാണ്. അതിന് കെ രാജനൊക്കെ അഭിനന്ദനം അർഹിക്കുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു തെറ്റുമില്ല. പിന്നെ അവിടെ 10 ലക്ഷം രൂപയെങ്കിലും പെർസെൻറ്റ് സ്ഥലത്തിനുള്ള ഒരു സ്ഥലമാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഇവർക്ക് കൊടുത്തിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. രണ്ടാമത്തത്, നമ്മുടെ മാധ്യമങ്ങളൊക്കെ കൂടി നടപ്പാക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അവിടെ ഫുഡ് കൂപ്പൺ അടക്കം അതുപോലെ ആളുകൾക്ക് മാസാമാസം കിട്ടിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളടക്കം തടസ്സപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. തെറ്റാണ്. കഴിഞ്ഞ മാർച്ച് അവസാനത്തോടുകൂടി ഏപ്രിലോടുകൂടി അത് തടസ്സപ്പെട്ടിരുന്നു. തടസ്സപ്പെടാൻ കാരണം മാർച്ച് 31 ഇയർ എൻഡ് വരുമ്പോഴേക്കും ആ അക്കൗണ്ടിൽ നിന്ന് മറ്റേ അക്കൗണ്ടിലേക്ക് ബാലൻസ് ഉള്ള തുക മുഴുവൻ ട്രാൻസ്ഫർ ചെയ്യേണ്ട ചില കാര്യങ്ങളുള്ളതുകൊണ്ടാണ്, ടെക്നിക്കൽ റീസൺസ് ഉള്ളതുകൊണ്ടാണ്. ഞാനത് വിശദീകരിക്കുന്നില്ല. അതിനുശേഷം ഇലക്ഷൻ പ്രഖ്യാപിച്ചു. അപ്പോൾ അത് തിരികെ കൊടുക്കാൻ തയ്യാറായി. 18 ദിവസത്തോളം വൈകി. പക്ഷെ അതിനുശേഷം ആ തുകകൾ കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ജൂൺ വരെ കൊടുക്കാനുള്ള ഓർഡർ ഇട്ടിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായി നിൽക്കെ എന്തുകൊണ്ടാണ് നമ്മുടെ മാധ്യമങ്ങൾ ഇത്തരത്തിലുള്ളൊരു വാർത്ത കൊടുത്തത്? ഒന്ന്, വിള്ളൽ എന്ന് പറഞ്ഞത് നുണയാണ്. രണ്ടാമത്തേത്, ഈ പറയുന്ന അവർക്ക് കൊടുക്കാനുള്ള അലവൻസും ഫണ്ടുകളും തെറ്റായെന്ന് പറഞ്ഞത് നുണയാണ്. മൂന്നാമത്തത്, OJ ജനേഷിനെ പോലെയുള്ള ആളുകളോട് അവർ കൊടുത്തിട്ടുള്ള വാഗ്ദാനങ്ങളെക്കുറിച്ച് ചോദിക്കാത്തത് എന്താണ്? അവർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം 120 ദിവസത്തിനകം വീട് വരുമെന്നാണ് ആദ്യം പറഞ്ഞിട്ടുള്ളത്. അത് നടന്നില്ല. രണ്ടാമത്തത്,
ഈ പറയുന്ന പോലെ അവർ ഗവൺമെൻറ് വീടുകൾ വരുന്നതിന് ഒരു ദിവസം മുമ്പ് ഞങ്ങളുടെ വീടുകൾ വരുമെന്ന് പറഞ്ഞു. വീട് എവിടെയാണെന്ന് നമുക്കറിയാൻ പാടില്ല. അവരുടെ സ്വന്തം വീടുകൾ വന്നിട്ടുണ്ടാവും. അത് പിരിച്ച കാശ് കൊണ്ട് ചിലപ്പോൾ അവർ വേറെ പല സ്ഥലങ്ങളും പണിതുണ്ടാവും. പക്ഷെ നമുക്കിത് അറിയാൻ പാടില്ല. മൂന്നാമത്തേതെന്ന് പറയുന്നത് അവർ ഗൃഹോപകരണങ്ങൾ 50,000 രൂപയുടെ കൊടുക്കുമെന്ന് പറഞ്ഞു. അത് സ്വന്തം വീട്ടിലേക്ക് മേടിച്ചോ എന്ന് നമുക്കറിയില്ല. എന്താണെങ്കിൽ ഇവിടെ ആർക്കും കൊടുത്തിട്ടില്ല. കൂടാതെ അവിടെയുള്ള കുട്ടികളുടെ പഠനം അവർ ചെലവുകൾ മുഴുവൻ ഞങ്ങൾ ഏറ്റെടുക്കുമെന്ന് പറഞ്ഞു. ഇതൊക്കെ എവിടെ OJ ജനേഷ് എന്നുകൂടി നമ്മുടെ മാധ്യമങ്ങൾ ചോദിക്കാൻ മറന്നുപോയി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് എന്നുള്ളതാണ് വസ്തുത എന്ന് പറയുന്നത്. അതുകൊണ്ട് നൗഫൽ അടക്കമുള്ള ആളുകൾ, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ നിരവധി പേർ മരണപ്പെടുകയും വലിയ ദുഃഖത്തിൽ നിൽക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് ആശങ്കകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കേണ്ട ആവശ്യമുണ്ട്. ഒരാളും ലേബർ സൊസൈറ്റി ചെയ്ത പണിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അതൊക്കെ പരിശോധിക്കാം. പക്ഷേ നിങ്ങൾ വിള്ളൽ എന്ന് പറയുന്ന തള്ളൽ കുറയ്ക്കുകയും അവിടെ വെള്ളം കിനിഞ്ഞു എന്ന് കൃത്യമായി നമ്മളോട് റിപ്പോർട്ട് ചെയ്യുകയും വേണം. നമ്മൾ വെറും പൊട്ടന്മാരല്ല. അതുകൊണ്ട് പെൻസിൽ വെച്ചിട്ടുള്ള വര കാണിച്ചിട്ട് വിള്ളൽ എന്ന് പറയുന്നു. സമയം കിട്ടുമെങ്കിൽ ഇവരുടെ ഏതെങ്കിലും റിപ്പോർട്ടറെ തന്നെ എന്ന് കുറച്ചും കൂടി ഭംഗിയായി ചിത്രം വരച്ചിട്ടൊരു വിള്ളലിൻ്റെ ദൃശ്യം നമുക്ക് പുറത്തുവിടുന്നതായിരുന്നു നല്ലത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള വിള്ളൽ തള്ളലുകളുമായിട്ട് ഇങ്ങോട്ട് വരരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ചില ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അടുത്തൊരു ന്യായീകരണമുണ്ട്. ആ ന്യായീകരണത്തിന് കൂടി മറുപടി പറയാം. അത് ഇത് പിണറായി വിജയൻ്റെ കാശാണെന്നോ? നമ്മൾ പറഞ്ഞില്ല പിണറായി വിജയൻ്റെ കാശാണെന്ന്. ഇത് ഗവൺമെൻറ്റിൻ്റെ കാശല്ലേ. ആ ഗവൺമെൻറ്റിൻ്റെ കാശ് ഈ നാട്ടുകാരൊക്കെ കൂടി പിരിച്ചു കൊടുത്ത 728 കോടി രൂപയല്ലേ? ശരിയാണെന്നേ, നാട്ടുകാർ പിടിച്ചു കൊടുത്ത 728 കോടി രൂപയാണ്. അതിലൊന്നും തർക്കമില്ല. പക്ഷെ അങ്ങനെയുള്ള കോടിക്കണക്കിന് രൂപ ജനങ്ങളുടെ നിന്ന് പിരിച്ചിട്ട് എടുത്തിട്ടും ഇതുപോലെ 1000 വീടുകൾ വെക്കാമെന്ന് പറഞ്ഞ് KPCC ഒന്നും ഒരു വീടും വെച്ച് കൊടുത്തിട്ടില്ല. അതവിടെ നിൽക്കട്ടെ. ഇതിനു മുമ്പുള്ള ഒരു ഗവൺമെൻറ്റും ഇത്തരത്തിലുള്ള ഒരു പുനരധിവാസ പദ്ധതി നടപ്പിലാക്കിയിട്ടില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് അതിൻ്റെ എക്സിക്യൂഷൻ്റെ ക്രെഡിറ്റ്, പണത്തിൻ്റെ ക്രെഡിറ്റ് അല്ല, അത് അവർക്ക് കൊടുക്കാവുന്നതാണ് ഗവൺമെൻറ്റിന് എന്നാണ് എൻ്റെ ഒന്നാമത്തെ അഭിപ്രായം. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ KPCC സമാഹരിച്ച ഫണ്ടും യൂത്ത് കോൺഗ്രസ് സമാഹരിച്ച ഫണ്ടും ഒക്കെ അവരുടെ ഭാരവാഹികളൊക്കെ കൂടി ജോലിക്ക് പോയിട്ട് മാസശമ്പളം കിട്ടിയ ഫണ്ടല്ലല്ലോ. അതും ഈ നാട്ടുകാരിൽ നിന്ന് തന്നെ പിരിച്ചതാണ്. അതുകൊണ്ട് അത് ഗവൺമെൻറ് കൊടുക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നാട്ടുകാരിൽ നിന്ന് തന്നെ പിരിച്ചതാണ്. ആ നാട്ടുകാരിൽ നിന്ന് ഫണ്ട് പിരിക്കുകയും അതിൻ്റെ കണക്ക് പുറത്തുവിടാതിരിക്കുകയും ഏറ്റവും ഒടുവിൽ പുറത്തുവിട്ട കണക്കിൽ തന്നെ വലിയ ഒരു അന്തവും കുന്തവുമില്ലാത്ത കണക്ക് പുറത്തേക്ക് വിടുകയും ഇനിയിപ്പോൾ ഞങ്ങളുടെ കയ്യിൽ പിരിക്കാൻ ഞങ്ങൾക്ക് ഇനിയും പിരിക്കണം, എന്നാലേ ഞങ്ങൾക്ക് വീട് പണിയാൻ പറ്റൂ എന്ന് പറയുകയും ഒക്കെ ചെയ്തുകൊണ്ട് അവർ നിൽക്കുന്ന പരിപാടികളെ നമ്മൾ എന്ത് വിളിക്കും എന്നുള്ളതും കൂടി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തമ്മിൽ ഭേദം ഇപ്പോഴുള്ള പിണറായി വിജയൻ സർക്കാരാണ് എന്ന് പറയാൻ എനിക്കൊരു മടിയില്ല. നാലാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വലിയൊരു ചോദ്യത്തിനും കൂടി ഉത്തരം പറയണം. ഇപ്പോൾ സ്വന്തം വീട് അവർക്ക് വെച്ചു കൊടുത്തു, അത് മനോഹരമായിട്ടുള്ള വീടാണ്, അതിൽ വെള്ളം കിനിയുന്നുണ്ട്, അത് ശരിയാക്കി കൊടുത്താൽ ആ പ്രശ്നം തീരും എന്നുള്ളത് കറക്റ്റാണ്. വാട്ടർ പ്രൂഫ്, ഈ പറയുന്ന പോലെ ലീക്കേജൊക്കെ തടയുന്ന സാധനങ്ങൾ കൂടി ചെയ്താൽ അത് ശരിയാവും എന്നുള്ളത് ഉറപ്പാണല്ലോ. ഇതെല്ലാം ഉറപ്പാകുമ്പോൾ ഇവരെ വിശ്വസിച്ച്, അതായത് കോൺഗ്രസിനെയൊക്കെ വിശ്വസിച്ച് 15 ലക്ഷം രൂപ മേടിച്ച് ഗവൺമെൻറ്റിൻ്റെ പ്രൊജക്റ്റിൽ പെടാതെ പോയ ആളുകൾ ഇപ്പം എന്ത് ചെയ്യുന്നു, അവർക്ക് എവിടെയാണ് താമസിക്കുന്നത് എന്നുള്ളത് കൂടി അറിയാൻ പ്രിയപ്പെട്ട മാധ്യമങ്ങൾ ശ്രമിക്കും എന്ന് ഞാൻ കരുതുകയാണ്. നമ്മൾ വല്ലപ്പോഴും ഒക്കെ സത്യം പറയുന്നത് നല്ലതായിരിക്കും, അല്ലെങ്കിൽ നമ്മളെ ആളുകൾ വല്ലാതെ തെറ്റിദ്ധരിക്കും എന്ന് മാത്രമേ ഞാൻ ഈ ഘട്ടത്തിൽ പറയുന്നുള്ളൂ.